അപ്പം നമ്മുടെ ഉള്ളി ചമ്മന്തിയും നമ്മുടെ അടിപൊളി ഇഡ്ഡലിയും കണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് കഴിക്കാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം നേരം വിളകുമ്പോൾ എല്ലാ വീട്ടമ്മമാരുടെ ഒരു ടെൻഷനാണ്, എന്താണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്, ഇന്ന് കറി ഉണ്ടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് എന്താ കറി ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനാണ് അല്ലേ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ. അപ്പോൾ തക്കാളിക്കും പച്ചക്കറിക്കൊക്കെ ഈ നല്ല വിലയുള്ളതായ സമയത്ത് 2 സവാള ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ പരിപാടി കഴിയും. അപ്പോൾ ഉള്ളി ചട്നി ഉണ്ടാക്കാനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് ചെറിയ ഉള്ളിയും കൊടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. അപ്പം നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മൾ തവ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്, എങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സവാള മാത്രം ചെയ്യാം, ചെറിയ ഉള്ളി ചെയ്താൽ അതിലേറെ ടേസ്റ്റ് ആയിരിക്കും. രണ്ടും കൂടെ എടുത്താൽ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കുക, നല്ലതുപോലെ അങ്ങ് വാടണം. അപ്പോൾ ഈ ഉള്ളിച്ചമ്മന്തി ഉണ്ടല്ലോ, നമുക്ക് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരി, ചോറ്, അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാവുന്നൊരു കറിയാണത്. അപ്പോൾ ഉള്ളി മാത്രമേ ഉള്ളൂ, വേറെ പച്ചക്കറികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി കേട്ടോ. ഇതെനിക്ക് പറഞ്ഞു തന്നെ ഉണ്ടല്ലോ, എൻ്റെ ഒരു കൂട്ടുകാരി പാലക്കാടുള്ള ഒരു ചേച്ചിയാണ്. ഞങ്ങൾ 2000 കോയമ്പത്തൂരായിരുന്നപ്പോൾ അവിടെയുള്ളൊരു ഉമ്മച്ചേച്ചിയായിട്ട് പറഞ്ഞു തന്നത്. അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ ഈ ചട്നി ഉണ്ടാക്കും. ചേച്ചിയെ ഓർക്കാറുണ്ട്. ചേച്ചിയായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഒന്നുമില്ല, കാരണം അന്നൊന്നും ഫോണും സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവരുടെ നമ്പറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ലതുപോലെ വാടട്ടെ. അപ്പം അതിൻ്റെ കൂടെ ഇഡ്ഡലി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട്. പെട്ടെന്ന് വാടാനായിട്ട് നമ്മൾ സ്വല്പം ഉപ്പും കൂടി ഇട്ടുന്നാൽ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ മുളക് പൊടി ഒന്ന് ചൂടാക്കണം. സ്വല്പം മതി കേട്ടോ. അപ്പം ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അവനവൻ്റെ എരിവിനനുസരിച്ച് വേണം ഇടാനായിട്ട് കേട്ടോ. ചിലർക്ക് കൂടുതൽ എരിവ് വേണം, ചിലർക്ക് കുറവ് മതി. അപ്പം അതിനകത്തോട്ട് ആ മുളക് പൊടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ടാലും മതി. അപ്പം നമ്മുടെ ഉള്ളി വഴന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നെല്ലിക്ക വലുപ്പത്തിൽ, എന്നുവെച്ചാൽ ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട്, വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടേക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് ചെറുപടേന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഈ ഉള്ളിച്ചമ്മന്തി എന്ന് പറയുന്നത്. ടേസ്റ്റോ അതിഭയങ്കരവും. അപ്പം നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് മാറ്റിയേക്കാം. നമ്മളിത് മിക്സിയുടെ ജാറിനകത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം തണുത്തതിന് ശേഷം. ആ പുളി വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പുളി വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി വഴറ്റിയത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളി ചട്നി. ഇതിന് കടുവൊന്നും വറക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ കടുവ വറുത്താലും കുറച്ചുകൂടെ ടേസ്റ്റാവും, കടുവ വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ട്രെയിൻ യാത്രയ്ക്കും ഒക്കെ കൊണ്ടുവന്ന നല്ലൊരു ചട്നിയാണ്. നമ്മൾ ടൊമാറ്റോ ചട്നിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. ഇപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം.
എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ ഉള്ളിച്ചമ്മന്തി. നേരം വെളുക്കുമ്പോൾ നമ്മുടെ എല്ലാം ടെൻഷനാണ് എന്ത് കറി ഉണ്ടാക്കും എന്ന്. ഈ ഒരു 2 ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇഡ്ഡലിയുടെയും ദോശയുടെയും ചപ്പാത്തിയോടെയും പൂരിയോടെയും അപ്പത്തിനോടെയും ചോറിനോടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.